ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാനിസ് ഹോബി. മുട്ടത്തോട് കളയാതെ കഴുകി ഉണക്കി ശേഖരിച്ചാൽ പൊടിച്ചു വച്ചിരുന്ന ചെടികൾക്ക് വളമായിട്ടും പാത്രം കഴുകാൻ ചാമ്പലിന് പകരമായും ഉപയോഗിക്കാം. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലവണ്ണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അരിമാവ് പോലെ പൊടിഞ്ഞു കിട്ടും, നല്ല പൗഡറായി കിട്ടും. കണ്ടില്ലേ, നല്ല പൗഡറായിട്ടുണ്ട്. ഇത് അരി കഴുകുന്നതോ ധാന്യങ്ങൾ കഴുകുന്നതോ ആയ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് നന്നായി കലക്കി ഇൻഡോർ പ്ലാന്റുകൾക്കും മറ്റെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഈ ചെടികൾക്കെല്ലാം ഒഴിക്കും. അതിനാലാണ് ഇതെല്ലാം ഇത്രയും പുഷ്ടിയോടെ നിൽക്കുന്നത്. ഇൻഡോറിലിരിക്കുന്ന ചെടികൾക്ക് വേറെ വളമോ വെള്ളമോ ഞാൻ കൊടുക്കാറില്ല. 3 ദിവസം കൂടുമ്പോഴേ നനയ്ക്കാൻ പാടുള്ളൂ. മുട്ടത്തോടിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതിനാൽ ചെടികൾ നല്ല ഉണർവോടെ നിൽക്കാനും പൂവുകൾ ഉണ്ടാകാനും നല്ലതാണ്. പിന്നെ അരി, കടല, പയർ ഇവയിലൊക്കെ ധാരാളം മരുന്നടിച്ച് വയ്ക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് കഴുകുന്ന വെള്ളത്തിൽ കീടനാശിനിയുടെ അംശവും ഇവയുടെ സത്തും കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്നത് പഴകിയ കഞ്ഞിവെള്ളം ഡൈല്യൂട്ട് ചെയ്തെടുത്ത് അതിലും മുട്ടത്തോട് ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ചെടികളെല്ലാം നല്ല പുഷ്ടിയോടെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ. ബാക്കി വന്നത് വെളിയിലിരിക്കുന്ന ചെടികൾക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിയിൽ നല്ല വെയിലാണ്. ഇനി ഈ പൊടി ഒരു കുപ്പിയിലിട്ട് വയ്ക്കാം. പാത്രങ്ങളുടെ ചായക്കറയും കരിയും പോകാൻ വേണ്ടി ചാമ്പലിന് പകരവും ആവശ്യത്തിന് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.